എന്തായാലും മതവിദ്വേഷ കേസിൽ ഇപ്പോൾ പി.സി. ജോർജ് കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. പോലീസിന് മുന്നിൽ ഹാജരാകേണ്ട എന്ന തീരുമാനം ആണ് പി.സി. ജോർജ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കോടതിയിൽ പി.സി. ജോർജിന് കേസ് വിളിപ്പിച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കോടതി എന്ത് പറയും, എന്തായിരിക്കും കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് അറിയേണ്ടത്. രാഗിൻ പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഉണ്ടെങ്കിൽ രാഗിൻ ഇപ്പോൾ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് പോലീസിന്റെ നിലപാട് ചോദിക്കും. അത്തരത്തിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഈ കാര്യത്തിൽ എന്ത് നിലപാട്, കടുത്ത നിലപാടല്ലാതെ എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എങ്കിലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയം കോടതിയുമായിട്ടുണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി.സിയെ കസ്റ്റഡിയിൽ വേണമെന്ന നിലപാട് തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അതിന് ചില കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെടുക്കാനുണ്ട്. ഇത് നേരത്തെ ഈ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് അത് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായിട്ട് കിട്ടാനുണ്ട്. അത് സാധാരണഗതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഇപ്പോൾ ഹാജരായിരിക്കുന്നത് കോടതിയിലാണ്. അപ്പോൾ കോടതിക്ക് മുന്നിലാണ് ഇപ്പോൾ പി.സി ഉള്ളത്. സ്വാഭാവികമായിട്ടും കോടതിയിൽ കേസ് വിളിക്കുന്ന സമയം പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കോടതി ഒരു പക്ഷേ വേണമെങ്കിൽ അത്തരത്തിൽ വിടാം, അല്ലെങ്കിൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്നതായിരുന്നു തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വന്നിരുന്നത്. അതിപ്പോൾ നേരിട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല കോടതി സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം സെഷൻസ് കോടതി അതോടൊപ്പം തന്നെ ഹൈക്കോടതി, ഈ രണ്ട് കോടതികളും പി.സി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് പി.സിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കീഴ്ക്കോടതിയായിട്ടുള്ള ഈരാറ്റുപേട്ട കോടതിക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനപ്പുറത്ത് മറിച്ച് ഒരു തീരുമാനം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. സാധാരണഗതിയിൽ റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. മാത്രമല്ല ഈ ഉത്തരവിൽ വളരെ കൃത്യമായി ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. നേരത്തെ പി.സി. ജോർജ് കോടതിയിൽ പറഞ്ഞ വാദം താൻ പ്രകോപനം ഉണ്ടായപ്പോൾ അബദ്ധം പറ്റിപ്പോയതാണെന്നാണ്. അതിന് കോടതി നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ അബദ്ധം കോൺസ്റ്റന്റ്ലി ആയി നിരന്തരമായി ഉണ്ടാകുന്നു. അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് പി.സി. ജോർജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് റോൾ മോഡൽ ആയിരിക്കണം. അങ്ങനെ ഒരു പ്രകോപനത്തിൽ വീണു പോകുന്ന ഒരാളാകരുത് രാഷ്ട്രീയ നേതാവ് തുടങ്ങിയ വിശദീകരണങ്ങൾ കോടതി നൽകി. അതോടൊപ്പം മറ്റു പല കേസുകളും അവിടെ പോലീസിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് തേടുകയാണെങ്കിൽ പോലീസിന്റെ പ്രതികരണം വളരെ അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. നമുക്ക് കോടതിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകാം. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, കേസ് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. നടപടികളിലേക്ക് കടന്നോ കോടതി? അതായത് പി.സി. ജോർജിന്റെ കേസ് നിലവിൽ എടുത്തിട്ടുണ്ട്. കേസ് വിളിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള തൽസ്ഥിതി എന്താണ് എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് പോലീസിനോട് ഇപ്പോൾ റിപ്പോർട്ട് ഉടൻ തന്നെ ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നിലവിൽ കോടതിക്ക് കൈമാറും. ആ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുക. ഒരുപക്ഷെ പോലീസ് പറയുകയാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദിവസത്തെ കസ്റ്റഡി എന്ന് കൂടി പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതനുസരിച്ച് പോലീസിനെ കസ്റ്റഡിയിൽ കൈമാറാൻ ഒരുപക്ഷെ കോടതി തയ്യാറാകും. അതല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഒരുപക്ഷെ റിമാൻഡ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഒരുപക്ഷെ ഇവിടെ വെച്ച് ജാമ്യം കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഹൈക്കോടതി പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ചതാണ്. ആ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം ഇത്തരത്തിൽ നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് ആ ഹൈക്കോടതി എടുത്തത്. കാരണം നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇദ്ദേഹം തുടരുകയാണ് എന്നതായിരുന്നു കോടതി ആ ഘട്ടത്തിൽ കണ്ട നിരീക്ഷണം. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇത് സംബന്ധിച്ച് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ കസ്റ്റഡി അത് എത്ര ദിവസമാണ് പോലീസ് ചോദിക്കുന്നത് അതനുസരിച്ചായിരിക്കും, അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും കോടതി ഇനി പി.സി. ജോർജിനെ കസ്റ്റഡിയിൽ വിടുക. അത് എത്രത്തോളം ഉണ്ട് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. എന്തായാലും പോലീസിനെ എല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് പി.സി. ജോർജ് രാവിലെ 11 മണിയോട് അടുപ്പിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാറിലാണ് ഇവിടെ എത്തിയത്. കാറിലെത്തി ഇവിടെ പയ്യെ നടന്ന് അദ്ദേഹം കയറി. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് കോടതിയിൽ കീഴടങ്ങുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അതെ, താൻ നിയമം പാലിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സിറിൽ മണവാളൻ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൾ പാർവതിയും അഭിഭാഷകയാണ്. ഈ കോടതിയിലാണ് അവരും പ്രാക്ടീസ് ചെയ്യുന്നത്. നിലവിൽ അവർ രണ്ടുപേരും ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മറ്റ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കോടതി പരിസരത്ത് നമുക്ക്